ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ചക്ക അടയിടാം. അതിന് വേണ്ടുന്നത് നമ്മൾ ചക്കയുള്ള സമയത്ത് ചക്ക വരിക്കച്ചക്ക, പഴുത്ത വരിക്കച്ചക്ക ഉരുളിയിലിട്ടിട്ട് വഴറ്റിയിട്ട് വെല്ലവും കൂട്ടിയിട്ട് നല്ലവണ്ണം വെള്ളം വെച്ച് നല്ല പാകത്തിലായിട്ടാകുമ്പോൾ ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. എന്നാൽ നമുക്ക് അങ്ങനെ ചക്ക വരട്ടി വെച്ചാൽ കുട്ടികളുള്ള ഏതെങ്കിലും കാലത്തിൽ വരുക വീട്ടിൽ. അപ്പോൾ ചക്ക ഇല്ലാത്ത സീസണിൽ നമുക്ക് ചക്ക കൊണ്ട് എന്തും പലതും ആക്കാം. അട മാത്രമൊന്നല്ല, നമുക്ക് ചക്ക പായസമാക്കാനും അങ്ങനെ കുട്ടികൾക്ക് ചക്കയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇതിപ്പോൾ പച്ചരി വറുത്ത് പൊടിച്ച് ഈ നമ്മൾ ചക്ക വരട്ടി വെച്ചതും കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അടയിടാം. ഇതിൻ്റെ അകത്ത് തേങ്ങ വറുത്തിട്ട് ചേർക്കാം. ഇത് ഇങ്ങനെ കുഴച്ചിട്ടാകുമ്പം നമ്മൾ സാധാരണ അടയിടും പോലെ ഇടാം. തേങ്ങയും വെല്ലവും കൂട്ടി ഇതിന് നടുക്ക് വെച്ചിട്ടാക്കാം. അല്ലെങ്കിൽ വെറുതെ ഇത് മാത്രം ഇങ്ങനെ പരത്തിയിട്ട് ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഏലക്കായും തേങ്ങ, കൊട്ടത്തേങ്ങയില്ലേ, അത് വരട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടാൽ അങ്ങനെ തിന്നാം. അല്ലെങ്കിൽ നടുക്ക് വെച്ചിട്ട് നമ്മൾ സാധാരണ അടയിടും പോലെ ആയാലും നല്ല രസമുണ്ടാകും. ഇപ്പം നല്ല പാകത്തിനായി ഇതേപോലെ ആക്കിയാൽ മതി. വെള്ളമൊന്നും ചേർക്കണ്ട. വെറും ആ ചക്കയും വെല്ലവും കൂട്ടിയിട്ട് കുഴച്ചതാണ്. വെള്ളം ചേർത്താൽ പിന്നെ ലൂസായി. ഇതിൽ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് വെക്കും എടുത്തിട്ട്. നമുക്ക് നല്ല വാഴയില വെച്ചു, നല്ല വാഴയില ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ചിന്തിയാൽ വേഗം കിട്ടും. തിന്നാക്കി ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ചിന്തിയ ഇല കീർക്കൂല. ഇങ്ങനെ ചിന്തി കൈക്ക് കുറച്ചൊരു വെള്ളം ഒന്ന് നനച്ചാൽ നല്ല ശരിക്കും ഇങ്ങനെ പരന്ന് വരും. നമ്മൾ കൈമേൽ പറ്റി പോകാൻ ഒട്ടിപ്പിടിച്ചിട്ട് പരത്താൻ കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കൈ വെള്ളത്തിൽ തൊട്ടാൽ മതി. വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കാം. ഇത് വേറെ വിധത്തിലും ചൂടാം. ഇങ്ങനെ വെള്ളം നറുക്കാണ്ട് ഇതിൽ തേങ്ങ വെറുതെ ചുട്ടിയിട്ട് അധികം മധുരം വേണ്ടാത്തയാൾക്ക് അങ്ങനെ ഇടാം. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആവി വന്നിട്ടാകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ ഇലയട നല്ല പാകത്തിനായിരിക്കുന്നു. ഒരു സെറ്റ് വെന്ത് കഴിഞ്ഞു. ഇതേപോലെ ഇല പറഞ്ഞ് വരും വെന്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും വെന്തിനോ എന്നുള്ളത് അറിയാൻ ഇങ്ങനെ പൊളിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെന്തിട്ടില്ല എന്നുള്ളത് കണക്കാണ്.